पति ब्रह्मचारी। പറഞ്ഞോ. അതെ, ഇവിടെ ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കുട്ടൂനെ അവന്മാർ വല്ലാണ്ട് തല്ലി. ആ മനോഹരന്റെ കൂടെയുള്ള പിള്ളേര്. നീ ഇപ്പൊ എവിടുന്ന സംസാരിക്കുന്നത്? ഞാൻ നാളെ ഇവിടെ മാർക്കറ്റിൽ നിന്ന്. നീ അവിടെ തന്നെ നിൽക്കുക, ഞാനിപ്പോ വരാം. അടുത്ത 48 മണിക്കൂർ എന്ന് വെച്ചാൽ അടുത്ത 2 ദിവസത്തേക്ക് നീ ഗുണ്ടായിസമെ കാണിക്കരുത്. സമ്മതിച്ചു. എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്ന് വേഗം വാ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പേര് പോവും. അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഈശ്വരാ രക്ഷിക്കണേ, കാത്തു രക്ഷിക്കണേ. കാവ്യേ, റിയ, മോണിക്ക. അയ്യോ എന്താ അമ്മേ? കാവ്യേ, നന്നായി. എനിക്കറിയാം രാവിലെ എഴുന്നേറ്റ് നീ തന്നെയാവും അടുക്കള വൃത്തിയാക്കിയതെന്ന്. അയ്യോ അല്ല വല്യമ്മേ, ഞാനിപ്പോ എഴുന്നേറ്റതേ ഉള്ളൂ. അതും വല്യമ്മയുടെ ശബ്ദം കേട്ടിട്ട്. പിന്നെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവളുടെ കാര്യത്തിൽ പിന്നെ എനിക്ക് യാതൊരു സംശയമില്ല. വെള്ളം കുടിച്ച ഗ്ലാസ് പോലും ഒരിടത്ത് മര്യാദയ്ക്ക് വെക്കാത്തവളാ. അവളാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഛേ, ഞാനോ? അപ്പോ നമ്മളിൽ ആരും അല്ല ഇത് ചെയ്തെങ്കിൽ പിന്നെ ആരാ അടുക്കള വൃത്തിയാക്കിയേ? ചിലപ്പോ ഇഷയേട്ടത്തിയാണെങ്കിലോ? ഇഷയോ? ഇവള് ഗുലാംഭവനിലെ രാജകുമാരിയോ അതോ പ്രേതോ? ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്രയൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുന്നേ? ഭയങ്കര പണിക്കാരിയാണല്ലോ. ആ മഹാറാണിക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. എന്നിട്ട് എങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള ഇത്രയും പണി ചെയ്യുന്നേ? ദേ നോക്ക്, മഹാറാണി എവിടെയോ കറങ്ങി തിരിഞ്ഞിട്ട് വരുന്ന വഴിയാ ഇവളാണോ കണ്ണാടി പോലെ വൃത്തിയാക്കുന്നേ? ചേട്ടാ, ഈ പണിയൊക്കെ ചെയ്തത് ചേട്ടനാണോ? നീ എന്ത് മന്ത്രം പ്രയോഗിച്ചേ? അവൻ വീട്ടിലെ എല്ലാ പണിയും ചെയ്യാൻ തുടങ്ങിയല്ലോ. വല്യമ്മേ വാ, ഇരുന്നേ. അവിടെ ഇരിക്കുക. ഒരു ദിവസം തുടങ്ങേണ്ടത് ദേഷ്യപ്പെട്ടിട്ടല്ല, നല്ല ചൂടുള്ള ഒരു ചായ കുടിച്ചോണ്ട. അല്ല, ഇതെന്താ നിങ്ങളെല്ലാരും വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? വാ ഇരിക്കുക, ഞാനൊരു ഉഗ്ര ചായ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. വല്യമ്മേ, നല്ല ചായ കുടിച്ചേ. എടുക്ക്. താങ്ക് യു. ഇതാ ചേട്ടാ ചായ. മോണിക്ക എടുത്തേ ചായ, എടുത്തേ. എടുക്കുന്നേ.
കേൾക്കേണ്ടി വരും. അവൻ വളരെ കഷ്ടപ്പെട്ട് വീട് മുഴുവൻ കണ്ണാടി പോലെ മിനുക്കിയതാ. ഞാനാണെങ്കിൽ അതൊക്കെ നാശമാക്കി. അതിന്റെ ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കാതിരിക്കില്ല. മോണിക്കേ, ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. വീട്ടിൽ പോവാൻ റെഡി ആയിക്കോ. ഞാൻ ഇവിടെ നിന്ന് മിക്കോയി പൊക്കോളാം. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന ഏത് കണ്ടീഷനും സമ്മതം. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. അടുത്ത 48 മണിക്കൂർ എന്ന് വെച്ചാൽ അടുത്ത 2 ദിവസത്തേക്ക് നീ ഗുണ്ടായിസമെ കാണിക്കരുത്. ആരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യരുത്. എന്റെ ഭഗവാനെ, ഇത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോ. ഇവിടെ ഇപ്പം പൂരൻ അല്ലെങ്കിൽ തന്നെ അവന്റെ ഭാര്യയുടെ സാരിത്തുമ്പ് പിടിച്ചാ നടപ്പ്. ഇപ്പൊ രണ്ടാമത്തവനോ, ഇവനോ അതേ വഴിക്ക് തന്നെയാണല്ലോ പോന്നെ. സൂരജ്, സൂരജ്, പുറത്ത് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. നീയാണോ അവരോട് വരാൻ പറഞ്ഞേ? ആ വന്നോ, ഞാനിപ്പോ വരാം. അപ്പൊ കുട്ടികളെ, ഇന്നത്തെ കരാട്ടെ ക്ലാസ്സിന് റെഡിയാണല്ലോ അല്ലേ? ഗുഡ്. അപ്പൊ ആദ്യം ആൻഡ് അല്ല, എന്തൊക്കെയാ നടക്കുന്നേ? ഞാൻ സ്വപ്നം വല്ലതും കാണുവാണോ? പക്ഷെ ഞാൻ ഉണർന്നാണല്ലോ. പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെയാ, പുത്തനച്ചി പുരപ്പുറം തൂക്കും. ഇത് ഇവനായിട്ടൊന്നും ചെയ്യുന്നതല്ല, വെറും നാടകോ. ഗുഡ്. കരാട്ടെ പഠിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ ശത്രുവിനെ മനസ്സിൽ കാണണം. ഇപ്പോ ആ ശത്രു നിങ്ങളുടെ ടിഫിൻ ബോക്സിലുള്ളത് മുഴുവൻ തീർക്കുന്നു. അതുപോലെ അവൻ വിക്കറ്റിന്റെ മുന്നിൽ കയറി നിന്ന് നിങ്ങളെ ബാറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ മതി, ഇനി സഹിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളെങ്ങനെ ചീറ്റ് ചെയ്യുന്ന ശത്രുവിന് ഇങ്ങനെ ചെയ്യാനൊരു അവസരം വീണ്ടും കൊടുക്കുന്നില്ല. കരാട്ടയിലൂടെ അവനെ നമ്മൾ തോൽപ്പിക്കും. യെസ്, വാ. കൊള്ളാം, നന്നായിരിക്കുന്നു. അങ്ങനെ തന്നെ. യാ. എന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ എന്തൊരു തിരക്കാ. എന്തായാലും അതുകൊണ്ട് ദേഷ്യം ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. അമ്മ കണ്ടോ, ഇത്രയും പെട്ടെന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ തുണിയുടെ നിറം പോലും മാറില്ല. പക്ഷെ അതിനേക്കാളും വേഗത്തില സൂര്യചേട്ടന്റെ നിറം മാറിയത്. ഇന്നലെ അമ്പലത്തിലൊക്കെ പോയതല്ലേ, അതിന്റെ എഫക്റ്റാ. പൂജയൊക്കെ കഴിഞ്ഞപ്പോ നല്ല ബുദ്ധി ഉദിച്ചെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ ഈശ്വരൻ എന്തെങ്കിലും മന്ത്രം പ്രയോഗിച്ചായിരിക്കും. മന്ത്രമല്ല, എന്തോ കുതന്ത്രോ അവൾ എന്റെ മോന്റെ മേൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അവൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. അവളുടെ ആ കറുത്ത നീണ്ട ചുരുണ്ട മുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാവും മന്ത്രം ചെയ്തിട്ടുണ്ടാവുക. ഒരു കത്രയിട്ട് അവളുടെ മുടിയെ ഇങ്ങനെ കച്ചകച്ചാന്ന് വെട്ടിക്കളയണം. എന്താ ചേട്ടത്തി ഇത്? എന്തൊക്കെയായി പറയുന്നേ? എവിടെ സൂരജ് ഇപ്പൊ നല്ല സ്വഭാവം ആവുമ്പോഴും അപ്പോഴും ശപിക്കുന്നത് ആ കുട്ടിയാണോ? ഇതിപ്പോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാ.
അടുത്ത 48 മണിക്കൂർ നീ ഒരു ഗുണ്ടയായിരിക്കരുത്, മറിച്ച് ഒരു സാധാരണ മനുഷ്യനായിരിക്കണം. അങ്ങനെ നീ ചെയ്താലുണ്ടല്ലോ, ഞാൻ വാക്ക് തരുന്നു, ആ 48 മണിക്കൂറിന് ശേഷം എൻ്റെ മുഖം നിനക്ക് ഒരിക്കലും കാണേണ്ടി വരില്ല. ആ 48 മണിക്കൂറൊക്കെ ഇതാന്ന് പറയുമ്പോൾ തീ വിഷയമാണ്. നിങ്ങളുടെ തിരിച്ചു പോക്കോടെ ഇതെല്ലാം അവസാനിക്കും. ശരി മോളെ, ശരി ശരി. ഒരു കാര്യം മനസ്സിലാവുന്നില്ല മോളെ, സൂരജിന്റെ മുന്നിൽ നീ എന്തിനാ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്? അച്ഛാ, എനിക്ക് ചെറുപ്പത്തിലെ ഈ പുളിമുട്ടായൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ. അപ്പോഴാ അമ്മ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. എനിക്ക് എത്ര പുളിമുട്ടായി കഴിക്കണമെങ്കിലും കഴിച്ചോളൂ, പക്ഷെ ഒരു വ്യവസ്ഥയില് 48 മണിക്കൂർ ആ മുട്ടായി തൊടില്ലെന്ന് തീരുമാനിക്കണം. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ? ആ 48 മണിക്കൂർ കഴിഞ്ഞ ശേഷവും എനിക്ക് പുളിമുട്ടായി വേണമെന്ന് തോന്നിയിട്ടേ ഇല്ല. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് ഞാൻ രുചിച്ചിട്ടില്ലാത്ത ഒരുപാട് രുചികൾ വേറെയും ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പോ സൂരജിന്റെ കാര്യത്തിലും അങ്ങനൊരു നമ്പർ പ്രയോഗിച്ചതാ. അതിലെന്തെങ്കിലും ഗുണമുണ്ടായാലോ? കേൾക്കുന്നുണ്ടോ ചേട്ടത്തി? ഈ കുട്ടി ഈ വീട്ടിൽ വന്നിട്ട് 4 ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും അവള് ഭാര്യയുടെയും മരുമകളുടെയും ഒക്കെ കടമ നിർവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നന്നായി മോളെ. പക്ഷെ ഈ 48 മണിക്കൂറിൽ അവൻ മാത്രമല്ല പരീക്ഷിക്കപ്പെടുന്നത് മോളെ, ഞാനും കൂടാ. ഞാനിതിൽ ജയിക്കുകയും ചെയ്യും, തോൽക്കുകയും ചെയ്യും. സൂരജ് പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചാൽ ചിലപ്പോ എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷെ നല്ലൊരു മരുമോളെ എനിക്ക് കിട്ടാതെ പോകില്ലേ? പിന്നെ നീ ഇവിടെ നിന്ന് പോകുന്നല്ലേ പറയുന്നത് മോളെ? ചേട്ടത്തി, എനിക്കും സൂരജേട്ടൻ ഇതിൽ ജയിക്കണമെന്ന് തന്നെ ആഗ്രഹം. അതൊരിക്കലും ചേട്ടത്തി ഇവിടുന്ന് പറഞ്ഞേക്കാനല്ല, മറിച്ച് ചേട്ടൻ ജയിക്കുന്നതിലൂടെ എനിക്കെന്റെ പഴയ ചേട്ടനെ തിരിച്ചു കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. മാത്രമല്ല, അങ്ങനെ ചേട്ടത്തിക്കൊരു നല്ല ജീവിതം ഉണ്ടായ പിന്നീട് അങ്ങോട്ട് ഒരു വിഷമവും നിങ്ങളുടെ ജീവിതത്തിൽ എത്തി നോക്കില്ല. അങ്ങനെ ആവുന്നതല്ലേ നല്ലത്? ഞാൻ പോട്ടെ. എന്റെ മോനൊരു ഗുണ്ടയൊക്കെ ആയിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് അവനൊരു പാവോ. അതുകൊണ്ടാണല്ലോ അവൻ ഈ സൂത്രക്കാരിയുടെ കയ്യില് ഇങ്ങനെ ചെന്ന് കുടുങ്ങിയത്. ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു തന്ത്രത്തിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അമ്മായി. പക്ഷേ ഈ ഇഷ ഇരിക്കുന്ന കൊമ്പില വാളുകൊണ്ട് വെട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ 48 മണിക്കൂർ കൊണ്ട് സൂരജ് പറഞ്ഞ വാക്ക് പാലിക്കും. അതോടെ ആ ഇഷയ്ക്ക് എന്നേക്കുമായിട്ട് ഈ വീട് വിട്ട് പോവേണ്ടി വരില്ലേ? അതെങ്ങനെയാ മഹാറാണി 2 ദിവസം കൊണ്ട് ഇവിടുന്ന് പോകുന്നേ? 2 ദിവസമല്ല, 2 മാസമല്ല, 2 വർഷം അല്ലല്ല, ജീവിതകാലം മുഴുവൻ ഈ അടുക്കളയിൽ തന്നെ അവള് കഴിയണം. അങ്ങനെ അവളെ വിടാനൊന്നും പോകുന്നില്ല. കാരണം എനിക്ക് ജീവനുണ്ടെങ്കിൽ അതുവരെ ഞാൻ അവളെ. എടി നിനക്ക് എന്താ പറ്റിയത്? നേരത്തെ നീ അടക്കം ഇവിടെയുള്ള എല്ലാവരും ഇഷയെ ഓടിക്കാനാ ശ്രമിച്ചിരുന്നേ. ഇന്നിപ്പോ അതേ സ്ഥാനത്ത് നീ പറയുന്നത് അവൾ ഇവിടുന്ന് പോകാൻ പാടില്ലെന്നാണ്. എനിക്ക് മനസ്സിലാകാത്തത് എന്റെ ഭാര്യയ്ക്ക് ഇത്രയും വലിയ ഹൃദയ വിശാലത ഇത് എവിടെന്ന് വന്നു എന്നാണ്. അയ്യോ എന്റെ അമ്മേ, ഇത്രയധികം പണോ? ഇതൊക്കെ എവിടെ നിന്ന് നിന്റെ കയ്യിൽ വന്നു മോളെ? വരേണ്ടത് വന്നുകൊണ്ടേയിരിക്കും. വളരെ നന്നായി ജീവിച്ച കുട്ടിയാണ് ഇഷ. ഇവിടെ ഇത്രയും മോശമായ ഒരു അന്തരീക്ഷം അവൾ പഠിക്കുന്ന കാലത്ത് അവളുടെ ഡ്രോയിങ് പുസ്തകത്തിൽ പോലും കണ്ടു കാണില്ല. എന്നിട്ടും അവൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്നു. മോണിക്ക ചേച്ചി, ഇത് കുറച്ച് പൈസയാണ്. ഇത് നിങ്ങൾ കയ്യിൽ വെക്കണം.
ഇഷയ്ക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓരോ മാസവും ഇതിലും കൂടുതൽ തുക ഞാൻ തരാം. പറ്റില്ലെന്ന് പറയരുത്. നിങ്ങളിത് കയ്യിൽ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ അതുവരെ ഇവിടുന്ന് പോവുകയില്ല. താങ്ക് യു. ഇതൊക്കെ കേട്ടിട്ട് തല കറങ്ങിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ഞാനാ മഹാറാണിയെ ഈ വീട്ടിൽ നിന്ന് വിടില്ല. പിന്നെ നമ്മുടെ അനിയനും ഗുണ്ടായിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. കാരണം ഒരു സൈഡിൽ നിന്ന് നമുക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ ജീവിക്കാം. അനിയനെങ്ങാനും ഈ ബെറ്റി തോറ്റാൽ പിന്നെ ആ മഹാറാണി ഇവിടെ തന്നെ നിൽക്കും. അപ്പൊ ഓരോ മാസവും നമുക്ക് ഇതുപോലെയുള്ള കവറുകൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. പോരാത്തതിന് ഓരോ മാസം ബോണസോ? ആ ബോണസ് എന്താണെന്ന് പറയാൻ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. അത് പറയണോ? ഇപ്പൊ ആ മഹാറാണി ഈ വീട്ടിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ, പിന്നെ അമ്മയുടെ ഫോക്കസ്, ടോട്ടൽ ഫോക്കസ് അവളുടെ മേലായിരിക്കും. അതുപോലെ ദേഷ്യം മുഴുവൻ അവളുടെ നേർക്കായിരിക്കും. അപ്പൊ ഞാൻ രക്ഷപ്പെടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ ബേബി? ഇവിടെ ഈ ഇഷ്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പൈസയും നമുക്ക്, ഈ ലൈഫും നമുക്ക്. അതുകൊണ്ട് ഏത് വഴിക്കാണേലും വേണ്ടില്ല, ആ മഹാറാണി പെണ്ണിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയേ പറ്റൂ. നിക്ക് ശരിക്കും ഒരു കാര്യം പറഞ്ഞേ, നിന്റെ ഈ തലയിലുള്ള ഐഡിയ എന്താണെന്ന് പറയൂ. ഇനിയാണ് മോണിക്കയുടെ കളി കാണാൻ പോകുന്നത്. മതി സാറേ, അവര് പറഞ്ഞതുപോലെ എന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ നന്നായി സൂരജ്. ഏതായുധം കൊണ്ടും ജയിക്കാൻ കഴിയാത്ത യുദ്ധമാണെങ്കിൽ മിണ്ടാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധി. അവള് പറഞ്ഞതനുസരിച്ച് കൊണ്ട് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്. നിനക്ക് എല്ലാ ജോലികളിൽ നിന്നും 2 ദിവസത്തേക്ക് അവധി നൽകുന്നു. നീ എന്നും എന്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട് സൂരജ്. ഇത്തവണയും എനിക്ക് തോന്നുന്നത് നിന്നെതിലേക്ക് തിരഞ്ഞെടുത്തതിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നാണ്. സാർ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഇത്തവണ ഞാൻ സാറിന് യാതൊരു പരാതിയും പറയാനുള്ള അവസരം ഉണ്ടാക്കില്ല. യെസ്, വെരി ഗുഡ്. ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും സ്വന്തം കാലം എഴുന്നേറ്റേക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാ? എന്റെ പെങ്ങള് എന്ന് ചിന്തിച്ചു നോക്ക്. അവര് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ സ്വയം നിങ്ങളുടെ കാലിൽ തന്നെ നിൽക്കുന്നോന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും. നീ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഇന്ന് തന്നെ എന്നെ സ്വന്തം കാലം എഴുന്നേറ്റ് നിൽക്കും, ഈഷ നാളെ തന്നെ എന്നെ കാണാൻ വരുമെന്ന്. ഇതൊരു 48 മണിക്കൂർ ചാലഞ്ച് ആണെന്ന് വെച്ചോ. 48 മണിക്കൂറോ? അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പെങ്ങളെ ഇഷ ശരിക്കും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോവാ. അപ്പൊ നിങ്ങക്ക് സ്വയം എണീറ്റ് നിന്ന് അവർക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് ആഗ്രഹമില്ലേ? യു നോ വാട്ട്, ഞാൻ എന്റെ ലൈഫില് നിന്നേക്കാൾ നല്ലൊരു മോട്ടിവേറ്റർ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ എനിക്കൊരു വാക്കുതാ. എന്റെ കാര്യങ്ങൾ ശരിയാവാൻ നീ എന്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ ഒരു വാക്കുകൂടെ തരണം. നീ ഒരിക്കലും എന്നെ മറ്റുള്ളവരെ പോലെ പാതി വഴിയിട്ടിട്ട് പോകരുത്. പ്രോമിസ്? പ്രോമിസ്.
സൂരജിനും സരളേൻ്റെ ഒക്കെ നിനക്കെങ്ങനെ അറിയാം? ടെൽ മീ, അപ്പൊ നീ ആരാ? സൂര്യചേട്ടൻ എന്റെ ചേട്ടന, സരളാണ്ടി എന്റെ വല്യമ്മ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഒന്നും വേണ്ട മഹാറാണി. 48 മണിക്കൂർ കഴിയുമ്പം നിങ്ങൾ ഇവിടുന്ന് പോവുമല്ലോ. അതാണ് ഏറ്റവും വലിയ സഹായം. മണിക്കൂർ നോ ദേഷ്യം, പീസ്. പറഞ്ഞ വാക്കനുസരിച്ച് അടുത്ത 48 മണിക്കൂറിനകം ഞാൻ ആരുടെ മേലെയും കൈപൊക്കിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഞാൻ ഈ വീട് വിട്ടു പോകുന്ന അറിഞ്ഞിട്ടും നിനക്ക് മനസ്സിലൊന്നും തോന്നുന്നില്ലേ?